ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു തള്ള് സിനിമയുടെ ഒരു തള്ള് കഥയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലേട്ടന്റെ ഒഫീഷ്യൽ പേജിലൂടെ 30 ദിവസം കൊണ്ട് 325 കോടി രൂപ വേൾഡ് വൈഡിൽ നിന്നും കളക്ട് ചെയ്തു എന്നായിരുന്നു എമ്പുരാന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അത് പിന്നീട് പൃഥ്വിരാജ് വരെ ഷെയർ ചെയ്തു. അപ്പൊ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ നല്ല ഊക്കാണ് ഊക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ 24 ദിവസമായിട്ടുള്ള സിനിമ ആദ്യം തന്നെ 30 ദിവസം എന്ന് പറഞ്ഞൊരു തള്ളങ്ങ് തള്ളി. അതൊരു 1.5 തള്ളായിരുന്നു. അതിനുശേഷം 325 കോടി എന്നുള്ള തള്ള്. പിന്നെ തള്ളി കയറ്റാൻ പിന്നെ ഇവരെ കഴിഞ്ഞിട്ടുള്ള വേറെ ആള്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് 24 ദിവസമായപ്പോഴത്തേക്കും 30 ദിവസം ഒന്ന് തള്ളി 325 കോടി ക്ലബിൽ കയറ്റിയിട്ടുള്ള ലാലേട്ടാ നിങ്ങൾ വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഈ ലാലേട്ടന്റെ ഈ മന്ദബുദ്ധി ഫാൻസുകാരുണ്ടല്ലോ അവർ വന്നിട്ട് പിന്നെ കമന്റാ നമ്മുടെ കമന്റ് ബോക്സിൽ. അതായത് ഞാനെന്തോ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതുപോലെയാണ് അവരുടെ ആ ഓരോ കമന്റുകൾ വായിക്കുമ്പോൾ തോന്നുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 24 ദിവസമായിട്ടുള്ള ഈ ഒരു സിനിമ 19-ാം തീയതി ഇത് പുറത്തു വിടുമ്പോഴത്തേക്ക് 30 ദിവസം എങ്ങനെയാണ് ആകുന്നതെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പം ഇത് പല മാധ്യമങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആഘോഷം തന്നെ സമൂഹ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയുടെ ആദ്യത്തെ 300 കോടി കടക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് എമ്പുരാൻ മാറിയിരിക്കുന്നു. സത്യത്തിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തിയേറ്ററിലൊന്നും ഒരു പട്ടികൾ പോലും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഊക്ക് മേടിച്ചത് സംഖ്യകളുടെ തന്നെയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ സിനിമ എടുത്തിട്ട് ഊക്കിയത്. കാരണം മോഹൻലാലിന് ഏറ്റവും കൂടുതൽ ഫാൻസുകാരുള്ളതും സംഖ്യകളാണെന്നുള്ളത് ആർക്കാണ് അറിയാൻ മേലാത്തത്. പിന്നെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സത്യസന്ധമായിട്ട് ആ സിനിമയുടെ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഊക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ എന്റർടൈൻ കിഴി എന്ന് പറയുന്ന ഒരു യൂട്യൂബർമാരുണ്ടല്ലോ, അവരും ഈ സിനിമയുടെ ഈ കളക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും പ്രേക്ഷകർക്ക് ആ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞു പോവാം. പല ആൾക്കാരും എന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ഇടുന്നത് ഇത് ഫ്രീ സെയിൽ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ മൂലമുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് കാണിക്കുന്നത്. സിനിമ തുടങ്ങുന്നതിന് 2-3 ദിവസത്തേക്ക് മുമ്പ് തന്നെ ഫ്രീ സെയിൽ ബുക്കിംഗ് അവർ സ്റ്റാർട്ട് ചെയ്തു. ബുക്ക് മൈ ഷോയിലൂടെ ആദ്യത്തെ ഫ്രീ ബുക്കിങ്ങിലാണ്ട് 30 കോടി രൂപ കളക്ട് ചെയ്യുന്ന സിനിമ എന്ന ആ ഒരു വലിയൊരു നേട്ടവും സിനിമ കൈവരിച്ചു എന്നാണ് അവർ തള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ അങ്ങനെ തള്ളുന്നവന്മാരത്ത് പറയാനുള്ളത്, ആ 30 കോടിയും ഇപ്പൊ ഇതുവരെ തിയേറ്ററിൽ ഓടിയിട്ടുള്ളതും കൂടെ വെച്ചിട്ടാണ് മരപ്പൊട്ടന്മാരെ 325 കോടി എന്നുള്ള ആ ഒരു ബ്രഹ്മാണ്ഡ തള്ളി വെച്ചിരിക്കുന്നത്. എന്തായാലും ദിവസം തള്ളിയതിനോടാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് വിമർശിക്കേണ്ടി വന്നത്. മറ്റേ കോടികൾ തള്ളുന്നത് അത് ഇന്നും ഇന്നലെ തള്ളാൻ തുടങ്ങിയാണല്ലോ, ഒരുപാട് നാളായിട്ട് തള്ളുന്നതാണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഇവർ പറയുന്നത് എന്താണ് കൂടെ ഒന്ന് കേട്ടു നോക്കാം. 325 കോടി ആയി എന്നുള്ളതാണ് ഇവരുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന പോസ്റ്റർ. അത് 30 ദിവസം കൊണ്ട് 30 അതായത് ഇതിന്റെ കളക്ഷൻ എത്ര നേടി എന്നുള്ളതൊക്കെ പോട്ടെ, അത് നിങ്ങൾ എന്താ പറഞ്ഞു അത് ഞങ്ങൾ വിശ്വസിക്കാം. ഓക്കെ, പക്ഷെ ഈ സിനിമ ഇറങ്ങിയിട്ട് 30 ദിവസമായി എന്നുള്ള തള്ളു അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കാൻ പോകില്ല. അതാണ് ആരോടാ ഇത് ഈ 20 ദിവസം അടിച്ചത് മാറിപ്പോയതാണോ, 30 ആയതാണോ, അതോ 30 ദിവസത്തിലേക്ക് നേരത്തെ അടിച്ചു വെച്ചതായിരുന്നോ, പോസ്റ്റ് ചെയ്തത് പാളിപ്പോയതാണോ, എന്താ സംഭവിച്ചേക്കുന്നത്? ആകെ മാർച്ച് 27 സിനിമ റിലീസ് ചെയ്യുന്നത്. മാർച്ച് 27 4 31 4 ദിവസം. ഇന്നത്തേക്ക് ഇന്ന് ഏപ്രിൽ 19 4 എത്ര 23 ദിവസം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അയ്യോ, അതിൽ തന്നെ ആ ഒരു പോസ്റ്റർ വിശ്വാസത പോയില്ലേ. ഈ ജെനുവിനിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടായില്ലേ ഇപ്പൊ തന്നെ. 30 ദിവസത്തെ പോസ്റ്റർ എന്ന് പറഞ്ഞത് അത് ആശീർവാദൊക്കെയാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യണത്? എന്തൊരു കോമഡി. കളക്ഷൻ നമ്മള് വിശ്വസിച്ചു. അല്ല നമ്മള് എന്റെ പൊന്നാളി ഇത് ഒന്നും മിണ്ടണ്ട. ഇത് നമ്മള് പറഞ്ഞിട്ടായിപ്പോ ഇതിനാണ് വെറുതെ. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഈ പോസ്റ്ററിലുള്ള അതേ കണക്ക് തന്നെയാണല്ലോ അത് 30 ദിവസം കൊണ്ട് എന്നുള്ളത്. അതെ, 30 ദിവസം കൊണ്ട് ആയെങ്കിൽ അതായിക്കോട്ടെ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത്ര ദിവസം വേണ്ടല്ലോ, 24 ദിവസം കൊണ്ട് തന്നെ അത്ര അടിച്ചു എന്ന് കരുതിക്കോട്ടെ, ആയിക്കോട്ടെ. പക്ഷെ സിനിമ റിലീസായിട്ട് 30 ദിവസം ആയി എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക. ഇത് നമ്മുടെ വീട്ടിലുണ്ട് കലണ്ടർ. ഇത് എന്താന്നറിയോ എനിക്ക് തോന്നിയത് കേട്ടോ, ഇത് കൂട്ടത്തിൽ വിളിക്കുന്ന തന്നെ ശരിക്കും ഈ മോഹൻലാൽ ഫാൻസിന്റെ ഊക്കുന്ന പരിപാടി ഉണ്ട്. ആ പരിപാടി ചെയ്യുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള ആള് ഇത് ഇട്ടുകൊടുത്ത അതെ സത്യം. ഇവരിത് സ്ഥിരം പരിപാടിയാണ്. ലൂസിഫർ സിനിമ 200 കോടി അടിച്ചു എന്ന് പറഞ്ഞ് തള്ളിട്ട ടീമാണ്. അതേ പരിപാടി തന്നെയാണ് ഇപ്പോഴും. ഈ തള്ളിക്കോട്ടെന്നേ ഒരു മയത്തില്, അല്ലെങ്കിൽ ഒരു കണക്കുകളിലെങ്കിലും ഒരു സത്യം വേണ്ടേ, കുറച്ചെങ്കിലും അത് കണക്ട് ചെയ്യണ്ടേ. ഒരു 25
കുറച്ചെങ്കിലും ഒന്ന് കറക്റ്റ് ആവണ്ടേ. ഒരു 25 ദിവസം എന്ന് പറഞ്ഞു കൊടുത്താൽ പോലും ചിലപ്പം ശരിയാണ്, ഏകദേശം കണക്കൂട്ടി 25 ദിവസം ആയിട്ടുണ്ടാവും. വളരെ മോശം കേട്ടോ. ഇതുകൊണ്ട് എന്താണെന്നറിയ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അയാൾക്ക് ചീത്തപ്പേരുണ്ടാവുന്നത്. ലാലേട്ടൻ ഫാൻസുകാർ നല്ല രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഊക്ക് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മിനിമം അത്യാവശ്യം കോമൺ സെൻസിലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുക. നിങ്ങൾ തള്ളുക എന്നുള്ളത് നിങ്ങളുടെ ഒരു സ്ഥിരം പല്ലവിയാണല്ലോ. ലൂസിഫർ 200 കോടി തള്ളി, പുലിമുരുകൻ 100 കോടി തള്ളി. സത്യത്തിൽ ഈ പുലിമുരുകനൊന്നും 100 കോടി ആയിട്ടില്ല എന്ന് അതിന്റെ പ്രൊഡ്യൂസർ തന്നെ വന്ന് വെളിപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട. അയാളിപ്പോൾ പിച്ചച്ചട്ടി എടുത്ത് വീട്ടിലിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഉഡായിപ്പ് പരിപാടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ED ഇനിയും കയറേണ്ടി വരും. ഒരു വരവ് കൂടി ഇനി വരേണ്ടി വരും. ലാലേട്ടനും അതുപോലെ തന്നെ ആശീർവാദമൊക്കെ തള്ളുന്നത് കേട്ടിട്ട് മൂളയുള്ള ഫാൻസുകാർ, നീയൊക്കെ അത് തള്ളി മറിക്കാതെ ഇതൊന്ന് ഒരു പൊടിക്കൊക്കെ ഒന്ന് അടങ്ങ്, അല്ലാതെ ഇപ്പം എന്താ പറയണ്ട. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും